അയ്യോ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കൊടുത്താലും ഞാനത് ഉത്തരവാദി. ഞാനെവിടെ നിന്ന് അറിയുന്നത്? ഞാൻ ഇന്ന് അറിയുന്നത് ഇന്നലെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് എനിക്കൊരു പരിപാടിക്ക് പോകണം. ഇറങ്ങി നോക്കുക, ടെലിവിഷൻ ചാനൽ വെച്ചപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു DC ബുക്കിൻ്റെ ആളെ. ഇങ്ങനെ നിങ്ങളുടെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാർത്ത കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആൾ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്. ഞാൻ അയാളോട് അടിയന്തരമായി വിളിക്കാൻ പറ. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു സ്ത്രീ പിന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സാർ. DC ബുക്സിൻ്റെ ആൾ തന്നെ വിളിച്ചു എന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ. അയാൾ വിദേശത്താണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പരിശോധിക്കുക, അത് കോട്ടയത്ത് നിന്നായിരിക്കും. പിന്നെ പരിശോധിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുക്കാത്ത കാര്യം ഞാനതിനാ ചോദിക്കേണ്ട കാര്യം? എന്ത് കാര്യത്തിന്? എൻ്റെ ഞാൻ കരാർ കൊടുക്കാത്ത ഞാൻ അയാളോട് ചോദിക്കണം? അതിനല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ അയാളോട് നിങ്ങൾ കരാർ എന്തിനോട് ചോദിക്കണം? അതുകൊണ്ടല്ലേ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചത്. എഴുതാൻ കൊടുത്ത ആളുകളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതെങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ ചോർത്തിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ സാധാരണഗതിയിൽ വിശ്വസിക്കാവുന്ന ആളാണ്, പത്രപ്രവർത്തകരാണ്. ഇന്നിവരങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല. അത് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എഴുതി കൊടുത്ത അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്ന് ഇത് മോഷണം പോയിട്ടുണ്ടോ, ഇത് എങ്ങോട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ സൂത്രത്തിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇല്ല, അദ്ദേഹം പുറത്തൊരു സ്ഥലത്ത് പോയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോഴേക്ക് അദ്ദേഹം വന്ന് ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പരിശോധിച്ച് കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ പറയാം. കോൺഗ്രസിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. നിങ്ങൾ ഞാൻ അത് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. മെനിഞ്ഞാന്ന് പിന്നെ ഇവിടെ ഒരു കുഴൽപ്പണം പിടിച്ചില്ലേ, എന്ത് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം. ആ വാർത്ത എങ്ങനെയാണ് 24 മാതൃഭൂമി കൊടുത്തത്? എങ്ങനെയാണ് എന്താ കൊടുത്തത് നിങ്ങൾ കണ്ടോ? എൻ്റെ പേരിലെ അച്ചടിച്ച് വന്നത്. അത് അനിൽ അക്കരയുടെ ആരോപണം ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കുമോ? അനിൽ അക്കരയോട് എന്താ തെളിവുള്ളത് ചോദിച്ചോ? അല്ല, അനിൽ അക്കരയോട് ചോദിച്ചോ? അനിൽ അക്കരയുടെ ആരോപണം അയാൾ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അടിച്ചു കൊടുത്തില്ലേ? EP ജയരാജനാണ് എന്താ അയാൾ പിന്നെ സാജെന്നോ അയാളെ അയച്ചതെന്ന്? എത്ര തെറ്റായ വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത് എത്ര തെറ്റായ വാർത്തയാണ് കൊടുത്തത്? എങ്ങനെ കൊടുക്കുക? അതെ, നിങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതാണ്. എനിക്കതിലൊന്നേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കലാണ് പത്രധർമ്മം എന്നാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് ഞങ്ങൾ കൊടുക്കുമോ? ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊരു നിലവാരം വേണം. ഇത് കോൺഗ്രസ് അല്ലേ അയാൾ? അപ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചത്? അവർ കള്ളപ്പണവുമായി നടക്കുകയാണ്. ഞാൻ പറയട്ടെ അവർ കള്ളപ്പണവുമായി നടക്കുകയാണ് വോട്ട് വാങ്ങാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീലും ഒപ്പം വെച്ചുകൊണ്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് എത്രമാത്രം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത്? നേരത്തെ തന്നെ കള്ളവോട്ട് മറ്റു മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ലല്ലോ. അവിടെ നിന്ന് കോൺഗ്രസ് ഐക്കാർ 100 കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ഇവിടെ ചേർത്തു. അങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു കള്ളവോട്ടുകാരന് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത കുറേ ആളെ മറ്റു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഐക്കാർ ഇവിടെ കൊണ്ടുവരിക, കള്ളവോട്ട് ചേർക്കുക, കള്ളപ്പണം ഒഴുക്കുക, ആ പണവും ബാഗും കൊണ്ട് നടക്കുക, സ്ഥാനാർത്ഥി തന്നെ പണം വിതരണത്തിന് നടക്കുക. എന്താണ്? തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കല്ലേ ഇത്?
ഈ സ്ഥാനാർത്ഥിയുടെ ഭാര്യനെ വോട്ട് ചേർത്തത് ഈ അടുത്താണ്. അപ്പോൾ 6 മാസം പോലും ഇവിടെ താമസിക്കാതെയാണ് അദ്ദേഹം വോട്ട് ചേർത്തിരിക്കുന്നതാണ്. നിയമ നടപടി സ്വീകരിച്ചോളൂ. നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും. ഇത് ഞാൻ സമ്മതിക്കാറൊന്നുമില്ല. നിഷേധിച്ചത് തന്നെ. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ വരുത്തരുത്. ഞാൻ ഏത് കാര്യം അങ്ങനെ നിഷേധിച്ചത് പറഞ്ഞോളൂ. ഏതാ പറയൂ. ഏതാ വൈദേഹെന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് പറ. എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരനും അതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഞാനിത് കേട്ടെ. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കൂ. തെറ്റുകൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കൂ. DC-യുമായിട്ട് ഒരു കരാറുമില്ലെന്ന് മാത്രമല്ല, ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. കൊടുത്തു. അല്ല, ഇന്നലെ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. കൊടുക്കുമ്പോൾ തന്നെ നടപടിയിലേക്ക് വരാൻ കഴിയുമോ? ഒരു നടപടി ക്രമമില്ലേ? അത് അവരോട് ചോദിക്കണം. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അല്ല, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അജ്ഞതയാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ആത്മകഥ എഴുതാൻ അയാൾക്ക് അധികാരമുണ്ട്. ആത്മകഥ അങ്ങനെ എഴുതുന്നത് ലഘുലേഖകളാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, ആത്മകഥയാകട്ടെ, അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാർട്ടി അനുവാദം വാങ്ങണം. ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇത് അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി അനുമതി വേണം, എന്നാലേ പോകാൻ പറ്റൂ. DC-ക്ക് എന്ത് ചർച്ച നടത്താൻ? അവർ എന്നോട് വന്നിരിക്കുന്നു, അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ എന്നോട് ചോദിച്ചിരുന്നു. ആര്? ഫോണിൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മാതൃഭൂമിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുണ്ട്, എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കുക. ഇപ്പം നിശ്ചയിക്കുന്നില്ല. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, സംരക്ഷിക്കാമെന്ന് സുരേന്ദ്രൻ അല്ല, ഞാനിത് പറയട്ടെ. ഇവിടെ പാലക്കാട് തന്നെ സുരേന്ദ്രൻ്റെ നേരെ നടക്കാൻ പറ്റുമോ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗ്രൂപ്പ് തമ്മിൽ എപ്പോൾ സുരേന്ദ്രൻ ഇവിടുന്ന് അടി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ആ സുരേന്ദ്രനാണ് ഇത് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ട് അടിയും പിടിയും നടക്കല്ലേ.